ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി വൈറലായിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മളെ ദുബായ് വൈറൽ ഇഫ ചിക്കനാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചോദിച്ചും കൊണ്ട് എനിക്ക് 2 കമൻറ്റ് വന്നിരുന്നു ഇഫ ചിക്കൻ കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ കുബാ മഞ്ചിൽ നിന്നാണ് അവർ ഐഡി കണ്ടത് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ദുബൈയിൽ ഇപ്പോൾ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇഫ ചിക്കൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒത്തൻറ്റിക് റെസിപ്പി ഒന്നല്ല. ഇത് കുറഞ്ഞ കാലം കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഫ്യൂഷൻ ടേസ്റ്റിൽ ഒന്ന് ക്ലിക്കായി വന്ന ഒരു ഐറ്റംസ് ആണ്. അപ്പോൾ ദാ ഈ ഒരു ഇഫ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോണോട് കൂടിയിട്ടാണ് എടുത്തത്. സാധാരണ ഇത് ദുബായ് വൈറൽ ഈ ഒരു ഇഫ ചിക്കൻ എന്ന് പറയുന്നത് ബോൺലെസ് ആയിട്ടാണ് വേണ്ടി കേട്ടോ. ഇതിൻ്റെ പീസ് എന്ന് പറയുന്നത് തൈ പീസാണ് എടുക്കുന്നത്. തൈയും ലഗും വരുന്ന ഈ ഒരു പീസ് ബോൺലെസ് ആക്കിയിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഇഫ ചിക്കൻ്റെ പേര് ഇഫ ദജ്ജാജ് എന്നും കൂടിയാണ് കേട്ടോ. ദജ്ജാജ് എന്ന് പറയുന്നത് കോഴി എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അതാണ് അറബി പേര് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ബോണോട് കൂടി തന്നെയാണ് എടുത്തത്. നിങ്ങൾക്ക് ബോൺലെസ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ ചെസ്റ്റ് പീസ് വെച്ചിട്ട് ചെയ്യൂല കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. തൈയും ലെഗും വരുന്ന ഈ ഒരു പീസ് മാത്രം. അതൊന്നുകിൽ ബോൺലെസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ബോണോട് കൂടി എടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മസാലയാണ് കാണിക്കുന്നത്. ഒരു തൈര് വേണം. തൈര് എന്ന് പറയുന്നത് പുളിയില്ലാത്ത തൈരായിരിക്കണം കേട്ടോ. അത് വെള്ളം ഇല്ലാത്തതായിരിക്കണം. ഞാനിപ്പോൾ അതാണ് കാണിച്ചു തന്നത്. വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പയിലൊന്ന് അരിച്ചെടുത്താൽ മതി. യോഗട്ടാണ് നല്ലത്. ഇനിയിപ്പോൾ വേണ്ടത് മുളക് പൊടിയാണ്. അത് ആവശ്യത്തിന് ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ലെമൺ ജ്യൂസ്, ലെമൺ പിഴിഞ്ഞ് വയ്ക്കുക കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ലെമൺ ജ്യൂസ് എടുത്താണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നന്നായിട്ട് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കാരണം തൈരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ഈ ഒരു മസാല ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. നല്ല തന്നെയാണ് കാണാനും ഭംഗിയുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കളർ നമ്മൾ പിന്നെ കാണുന്നൊന്നുമില്ല. ഇതിൻ്റെ മേലെ ഒരു സോസ് വരുന്നതുകൊണ്ട് ആ ഒരു സോസാണല്ലോ നമ്മൾ കാണുക. പിന്നെ ഈ ഉള്ളിൽ നമ്മൾ വെറുതെ ഈ കളർ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളർ ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതാ എല്ലാത്തിലും മസാല ഒക്കെ പുരട്ടിയിട്ടുണ്ട്. ഇതൊരു മിനിമം 2-3 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. ഏറ്റവും മിനിമം ഓവർനൈറ്റൊക്കെ വെച്ചാൽ അത്രയും നല്ലത് തന്നെ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു യമനി കുബ്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു 3 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിന്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഉപ്പും പഞ്ചസാരയും ഈസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുകയാണ് വേണ്ടി കേട്ടോ. അപ്പോൾ കുറഞ്ഞ വെള്ളം ആദ്യം ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ വേണം കേട്ടോ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഏത് വേണമെങ്കിലും എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ബാക്കി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന അതേ പാകം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഒരുപാട് അങ്ങ് ഹാർഡായിട്ട് ഡ്രൈ ആയിട്ട് കുഴച്ചെടുക്കരുത്. ഈ ഒരു രീതിയിൽ കേട്ടോ. ചെറുതായിട്ടൊരു സ്റ്റിക്കി ഭാഗം, എന്നാൽ കയ്യിലൊട്ടൊന്നുമില്ല, ആ ഒരു പാകത്തിൽ. ഇനിയിപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഇത് ഡബിൾ സൈസ് ആയിട്ട് വന്നോളും. ഇപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടോ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു പൊടി കണ്ടില്ലേ, നല്ല ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഈ ഒരു പൊന്തി വന്നിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് പരത്തിയെടുക്കണം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഈസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന എന്ത് റെസിപ്പിയിലും ഈസ്റ്റ് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം എന്നുള്ളത്. പുതിയ ഈസ്റ്റേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു ഉരുള തന്നെയാണ് എടുത്തത് കേട്ടോ. ആ ഒരു സൈസിലുള്ള ഉരുള. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. ഞാനിവിടെ യമനി കുബ്സാന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു തടിയുള്ള കുബ്സാണിത്. നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ, മിഡിൽ ഈസ്റ്റിലുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് കുറച്ചൊരു തടിയിലുള്ള ഒരു കുബ്സാണ്. ഇവിടെ അസ്ലങ്കാൻ ഏറ്റവും ഫേവറേറ്റ് ആണിത്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി കഴിക്കാൻ. ഈ ഒരു തടിയിലാണ് വേണ്ടി കേട്ടോ. നമ്മളെ ഒരു ഭട്ടൂരൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പരത്തുന്ന ഒരു തടിയില്ല, ആ ഒരു തടി വേണം. ഇങ്ങനെ എല്ലാം പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം പരത്തിയതാണ് ഇനിയിപ്പോൾ ചൂടാൻ വേണ്ടി പോകുന്നത്. എല്ലാം ഞാനിവിടെ ഈ ഒരു ഇതിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചൂടായ തവയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വലിയൊരു തവയാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 എണ്ണം ഒന്നിച്ച് പോവും. അപ്പോൾ 4 എണ്ണം വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേഗം ആദ്യത്തെ മറിച്ചിട്ടിൽ വേഗം അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പത്തേക്ക് ഇടുന്ന സമയത്ത് ഒന്നും കൂടെ അത് തടി കൂടും കേട്ടോ. ഒന്നും കൂടെ ഒന്ന് വീർത്ത് വരും.
പിന്നെ ചെറിയ സിമ്മിലാണ് ഇത് ചുട്ടെടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് തീ തീരെ കൂട്ടി വെക്കരുത്, മീഡിയം തീ പോലും ആക്കി വെക്കരുത്. ചെറിയ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. കാരണം കുറച്ച് തടിയുള്ളതല്ല, അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം. അങ്ങനെ പൊള്ളി വരും നന്നായിട്ട്. പൊള്ളി കഴിഞ്ഞാലും പെട്ടെന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇങ്ങ് എടുക്കരുത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചെറിയ സിമ്മിൽ തന്നെ തീ വെക്കുക കേട്ടോ. അങ്ങനെ തന്നെ മൊത്തത്തിൽ ഇതൊന്ന് ചുട്ടെടുക്കുക. ഇപ്പോൾ അതെല്ലാം ഞാൻ ഓരോ ഭാഗം ഒന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം 2 ഭാഗം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗം നന്നായിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. ഇതിന് നമുക്ക് റെഡി ആയിന്. ഇത് നമുക്ക് ഇനി എടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ. ചൂടോടുകൂടി തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഇത് ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല. ചൂടോടുകൂടി തിന്നുന്ന സമയത്ത് പുറം ഭാഗം കുറച്ചൊരു ക്രിസ്പി ആയിരിക്കും, അതുപോലെ തന്നെ ഉൾഭാഗം ഭയങ്കര സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ തിന്നാൽ നമുക്കൊന്നും വേണ്ടിയില്ല. ഇപ്പോൾ അത് ആ ഒരു കുബൂസൊക്കെ ചുട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരട്ടെ. ഈ ഒരു കുബൂസിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊരു തടിയോട് കൂടിയുള്ള ആ ഒരു കുബൂസാണല്ലോ, നല്ല ടേസ്റ്റിയാണ്. നല്ലോണം പൊള്ളിയൊക്കെ വരും. അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഉണ്ടാവുക. നല്ല എന്താ പറയുക, ഒരു പഞ്ഞി തന്നെ പറയുക, അത്രയും സോഫ്റ്റ് ടെക്സ്ചറാണ് ഉൾഭാഗത്ത് ഉണ്ടാവുക. എന്നാൽ പുറം ഭാഗം കുറച്ചൊരു ചെറിയ ലൈറ്റായിട്ടൊരു ക്രിസ്പി ആയിട്ട് പുറം ഭാഗം ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്ത് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മളെ ഇതില്ല, നമ്മളെ എന്താ പറയുക, താമിയ എന്ന് പറയുന്ന ഫലാഫിൽ, അതൊക്കെ വെച്ച് തിന്നാൻ നല്ലതാണ്. ഇനിയിപ്പോൾ അടുത്തത് ബാക്ക് ടു നമ്മൾ ഇഫ ചിക്കൻ കേട്ടോ. ഇഫ ചിക്കൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കന്. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടറിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പം ബട്ടർ മാത്രമാകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ചുവപ്പ് കളറായി പോകും. അങ്ങനെ ആവാണ്ടിരിക്കാനുള്ളൊരു ടിപ്പാണ്, ആദ്യം കുറച്ച് ഓയിൽ ചേർത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിൽ തന്നെയാണ് എടുത്തത്. എന്നിട്ട് ബട്ടർ എടുക്കുക. ഞാനിവിടെ ഒരു 30 ഗ്രാം ബട്ടറാണ് ഈ ഒരു അളവിലേക്ക് എടുത്തത് കേട്ടോ. 30 ഗ്രാം കറക്റ്റാണ്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ആ ഒരു ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലോട് കൂടി നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബട്ടർ ചുവപ്പ് കളറാവില്ല, നല്ല എണ്ണ പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ പീസ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സിമ്മിലാണ് ഇതും വേവിച്ചെടുക്കേണ്ടത്. ഇത് കുറച്ച് സമയം എടുത്തിട്ട് സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ 4 ഇടുന്നുള്ളൂ. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 പീസും കൂടെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാനും പറ്റും. ഇനി നമുക്ക് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് വേവിക്കുക. തിരിച്ച് പിന്നെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ചിക്കൻ ഇറങ്ങി വന്ന വെള്ളമാണിത്. ആ ഒരു വെള്ളത്തോട് കൂടി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിക്കൻ വെന്തും കിട്ടും കേട്ടോ. കാരണം കുറച്ച് ചെറുതായിട്ടൊരു വെള്ളവും വരും. പിന്നെ നമ്മൾ സിമ്മിലല്ലേ വെച്ചത്, അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നോളും. ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ ചെറിയ സിമ്മിലിട്ടിട്ട് വെക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്, തിരിച്ചിട്ടിട്ട്. ഇനിയിപ്പോൾ അതാവണ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനം, ഇതിൻ്റെ ഒരു സോസ്, അതാണ് ഈ ഒരു ഇഫ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സോസ് ഉണ്ടാക്കുകയാണ്. നമ്മളിതാ മയോണൈസാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ. ഒരു 1/4 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹീൻസിൻ്റെ മയോണൈസാണ് എടുത്തത്, ഒരു 1/4 കപ്പ്. ഇനിയിപ്പോൾ മയോണൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതാ ഒരു 2 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയാണ്, അങ്ങനത്തെ 2 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ മെയിൻ ഐറ്റം നമ്മൾ ചീസാണ്, പ്രോസസ്ഡ് ചീസാണ് വേണ്ടി കേട്ടോ. ഏത് ചീസായാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പ്രോസസ് ആയിട്ടുള്ള ഏതെങ്കിലും ചീസ് എടുക്കുക, ക്യൂബ് ചീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ലൈസ് ചീസോ എടുക്കുക. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ കുറച്ച് ക്രീമാണ്, ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് എടുത്തത്. ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഒരു 1/2 കപ്പോളം ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഒന്ന് സോസാക്കി അരച്ച് കൊണ്ടുവരാം. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള നല്ലൊരു സോസായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഞാൻ ഉപ്പ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഉപ്പൊക്കെ ഓൾറെഡി എല്ലാത്തിലും ഉള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കുന്നില്ല, ഉപ്പൊക്കെ റെഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇഫ ചിക്കൻ്റെ സോസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ചിക്കനിൽ തേക്കാനുള്ള സോസാണിത്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചിക്കൻ ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ ചിക്കൻ പൊരിച്ചതെന്ന് പറയുന്നത്. അതിൻ്റെ ഈ ഒരു ഇഫ ചിക്കൻ എന്നുള്ള ഒരു ട്രെൻഡിങ്ങിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു സോസും കൂടെ എൻമിൽ വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അതെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആ ഒരു ഫ്രൈ ചെയ്ത എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് കോരി എടുത്തിട്ട്. അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പീൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ സിമ്മിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ അടിച്ച് വെച്ച ഈ ഒരു സോസ് ഇല്ല, അത് ഓരോ ചിക്കൻ്റെ പീസിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഓരോ ചിക്കൻ്റെ പീസിൻ്റെ മേലെയും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചീസിൻ്റെ സോസ് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്താ പറയുക പറ്റേ ഫുള്ളായിട്ട് അങ്ങ് മാറുന്നത്. ആ ഒരു ചിക്കൻ മൊത്തത്തിൽ അങ്ങ് മാറും ഈ ഒരു ചീസും കൂടെ വരുന്ന സമയത്ത്. ഇനി ഇത് കവർ ചെയ്തിട്ട് 1 മിനിറ്റ് നേരം സിമ്മിൽ ഒന്നും കൂടെ വെക്കട്ടെ. ഒരൊറ്റ മിനിറ്റ് മതിയേ, അതുവരെ ഒന്ന് അവിടെ നിൽക്കട്ടെ.
ഇപ്പോൾ അത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അതിപ്പോൾ കണ്ടോ? വാവ്! മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുള്ള നമ്മളെ ഐഫ ചിക്കൻ ഇവിടെ റെഡി ആയിന് ട്ടോ. ഇതാണ് ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇതെന്ന് പറയുന്നത് ഈ ഒരു സോസ് വരുമ്പോഴാണ്. ഇനിയിപ്പോൾ നല്ല എല്ലാം കണ്ടില്ലേ നല്ല ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി ആ ഒരു ചിക്കനിൽ മൊത്തത്തിൽ അങ്ങനെ കവറായിട്ട് വരും. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് കൂട്ടാം. ഇനിയിപ്പോൾ അതിലേക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ആ ഒരു പൊരിച്ച എണ്ണ എന്ന് പറയുന്നത് ബട്ടർ അത് ഞാൻ കോരി വെച്ചിട്ടുണ്ട് 1 സ്പൂൺ മാറ്റി വെച്ചിടുന്നുള്ള അത് ഇതിൻ്റെ മേലെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയും ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എണ്ണയിലാക്കിയിട്ട് വേണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കട്ടോ. ഇവിടെ പിന്നെ ആ ഒരു സ്പൈസസ് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു എണ്ണ ഒരു 2-3 ഡ്രോപ്സ് ആക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ മേലെ ഉറ്റിച്ച് കൊടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ കാണാനുള്ളൊരു ഭംഗിക്കാണ് നമ്മൾ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക. നമ്മളെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിന് ട്ടോ. അപ്പോൾ ഇത് ചോദിച്ച ആൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ദാ ഞാനിതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇഫ ചിക്കൻ ട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ്. അടിപൊളി തന്നെയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കുറഞ്ഞ കാലം കൊണ്ടാണ് ഈ ഒരു ഇത് ട്രെൻഡിങ്ങിലേക്ക് വന്നത് കേട്ടോ. ഇതങ്ങനെ ഒരു ഒത്തൻറ്റിക് റെസിപ്പിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ള ഒരു ട്രഡീഷണൽ ഡിഷോ ഒന്നുമല്ല. ഇത് നമ്മളൊരു ഫ്യൂഷൻ ടേസ്റ്റിൽ ആരോ പരീക്ഷിച്ചതാണ്. അത് പെട്ടെന്ന് അങ്ങ് ക്ലിക്കായി. കാരണം ഈ ഒരു ഫ്യൂഷൻ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ആ ഒരു സോസോട് കൂടി വരുന്ന എന്ത് സാധനവും നമ്മൾ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ ഒരു ക്ലിക്കായ ഒരു സാധനമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്ത് അപ്പോൾ അത് എല്ലായിടത്തും എത്തുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഞാനായിരിക്കും ലേറ്റ് ആയിട്ടുണ്ടാവുക. എന്നാലും വേണ്ടിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ ട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.